നമ്മുടെ സോഷ്യൽ സയൻസിന്റെ സിലബസിൽ എക്കണോമിക്സിൽ കൊടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് തിയറീസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. നിങ്ങൾ കണ്ടോ, ഇഷ്യൂസ് ആൻഡ് കൺസെപ്റ്റ് ഇൻ എക്കണോമിക്സ് കഴിഞ്ഞ് തൊട്ടപ്പുറത്തുള്ള ടോപ്പിക്കാണ് തിയറീസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. കാർഡിനൽ ആൻഡ് ഓർഡിനൽ അപ്രോച്ചിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത് വലിയൊരു ടോപ്പിക്കാണ്. തിയറീസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, കാർഡിനൽ ആൻഡ് ഓർഡിനൽ അപ്രോച്ച്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അങ്ങനെ തുടങ്ങുന്ന വലിയൊരു ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നല്ല രീതിയിൽ പഠിക്കണം. കാരണം ഇതിനകത്ത് കുറെ തിയറികളും കണക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് പ്രയോജനം ചെയ്യത്തുള്ളൂ. അല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ GK മോഡൽ പഠിച്ചിട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല. ഇത് തിയറിയാണ്, ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആണ്. ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തത്തെ കുറിച്ചാണ്. നമുക്കറിയാം, ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു ഉപഭോക്താവ് മാർക്കറ്റിൽ പോകുമ്പോൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, എങ്ങനെയാണ് ആ എക്കണോമിയോട് അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിനോട് ബിഹേവ് ചെയ്യുമെന്നും, അതുപോലെ ആ ഒരു കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ആരാണ്, ഉപഭോക്താവ് എന്ന് പറഞ്ഞാൽ ആരാണ്, സ്വന്തം ആവശ്യത്തിനായിട്ട് സാധന സേവനങ്ങൾ വാങ്ങുന്ന ആളുകളെ നമുക്ക് എന്ത് പറയാം, ഉപഭോക്താവ് എന്ന് പറയാം. അപ്പൊ നമ്മളെല്ലാം ഉപഭോക്താക്കളാണ് അല്ലെ. നമ്മളെപ്പോലെയുള്ള ഉപഭോക്താക്കൾ എങ്ങനെയാണ് ഒരു എക്കണോമിയിൽ പെരുമാറുക, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം എന്താണ്, അവരെപ്പോഴാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുക, അല്ലെങ്കിൽ സംതൃപ്തി നേടാൻ കഴിയുന്നത് എപ്പോഴാണ്, തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു ഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് പണം കൊടുക്കാതെ ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് ലഭിക്കില്ല അല്ലെ. നമുക്ക് പണം കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ലഭിക്കുകയുള്ളൂ, ഗുഡ്സും സർവീസും ഒക്കെ അല്ലെ, സാധന സേവനങ്ങളൊക്കെ നമുക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഉപഭോക്താവിന്റെ കയ്യിലുള്ള പണത്തെ നമുക്ക് എന്ത് പറയാം, ഉപഭോക്താവിന്റെ ബജറ്റ് എന്ന് പറയാം, കൺസ്യൂമേഴ്സ് ബജറ്റ് അല്ലെ. നിന്റെ കയ്യിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫോൺ വാങ്ങാൻ പോയാൽ മൊബൈൽ ഷോപ്പിൽ ചെല്ലുമ്പോൾ മൊബൈൽ കടക്കാരൻ ചോദിക്കും നമ്മളോട്, നിങ്ങളുടെ ബജറ്റ് എത്രയാണ് അല്ലെ, നിങ്ങൾ എത്ര രൂപ ബജറ്റുള്ള ഫോണാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ബജറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കയ്യിലുള്ള വരുമാനം. അതായത് നമ്മുടെ ടോട്ടൽ വരുമാനം, നമ്മുടെ ടോട്ടൽ ഇൻകം അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏതൊരു സാധനമാണോ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് ആ സാധനത്തിന് നമ്മൾ കൊടുക്കാൻ വെച്ചിരിക്കുന്ന പണം, നമ്മുടെ കയ്യിലുള്ള പണം, ഇവിടെ ബജറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉപഭോക്താവിന്റെ കയ്യിലുള്ള ഈ ഒരു പണത്തെ നമുക്ക് എന്ത് പറയാം, കൺസ്യൂമേഴ്സ് ബജറ്റ്, ഉപഭോക്താവിന്റെ ബജറ്റ് എന്ന് പറയാം. അത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഈ കൺസ്യൂമേഴ്സിന്റെ ഈ ഒരു ബജറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് M എന്ന ലെറ്റർ കൊണ്ടാണ്, M എന്ന അക്ഷരം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ നമ്മുടെ കൺസ്യൂമേഴ്സ് ബജറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ എക്കണോമിക്സിൽ ഏതൊരു തിയറിയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഗ്രാഫിലൂടെയാണ് അല്ലെ. നമുക്കറിയാം, ഏതൊരു തിയറിയാണ് നമ്മൾ ഗ്രാഫിലൂടെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. അതിനായിട്ട് നമ്മൾ എപ്പോഴും രണ്ട് സാധനങ്ങൾ എടുത്തിട്ടായിരിക്കും അസ്യൂം ചെയ്യുക. അത് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം. കാരണം നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്താണ്, XY എന്നീ രണ്ട് ആക്സിസിലാണ് നമ്മൾ കർവുകൾ വരയ്ക്കുക അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വേണം, നമുക്ക് എപ്പോഴും രണ്ട് സാധനങ്ങളായിരിക്കും നമ്മൾ എപ്പോഴും അസ്യൂം ചെയ്തുകൊണ്ടായിരിക്കും നമ്മളൊരു തിയറി മുമ്പോട്ട് വെക്കുക. അപ്പോൾ ഒരു ഉപഭോക്താവ് മാർക്കറ്റിൽ പോയി രണ്ട് സാധനങ്ങൾ വാങ്ങുന്നു. ആ രണ്ട് വസ്തുക്കളുടെയും ഒരു കൂട്ടത്തെ നമുക്ക് എന്ത് പറയാം, എക്കണോമിക്സിൽ അതിനെ എന്ത് പറയും, ബണ്ടിൽ എന്ന് പറയും, കെട്ട് എന്ന് പറയും, ഒരു കെട്ട് സാധനങ്ങൾ എന്ന് പറയും. അതായത് ഒരു ഉപഭോക്താവ് മാർക്കറ്റിൽ പോയിട്ട് രണ്ട് സാധനങ്ങൾ വാങ്ങുന്നു, ആപ്പിൾ വാങ്ങുന്നു, ഓറഞ്ച് വാങ്ങുന്നു. ഈ രണ്ട് സാധനങ്ങളുടെയും കൂട്ടത്തെ, അപ്പം 1 കിലോ ഓറഞ്ച് കാണാം, ചിലപ്പോൾ 1 കിലോ ആപ്പിൾ ആയിരിക്കും, ചിലപ്പോൾ 2 കിലോ ഓറഞ്ച് 1 കിലോ ആപ്പിളും ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളുടെ ആ ഒരു കൂട്ടത്തെ നമ്മുടെ എക്കണോമിക്സിൽ എന്ത് പറയാം, കൺസംഷൻ ബണ്ടിൽ എന്ന് പറയും, ഉപഭോഗ ബണ്ടിൽ എന്ന് പറയും. മനസ്സിലായോ? കൺസംഷൻ ബണ്ടിൽ അല്ലെങ്കിൽ ഉപഭോഗ ബണ്ടിൽ എന്ന് പറയും. ഉപഭോക്താവ് മാർക്കറ്റിൽ പോയി രണ്ട് സാധനങ്ങൾ വാങ്ങുന്നു, ആ രണ്ട് വസ്തുക്കളുടെയും കൂട്ടത്തെ എന്ത് പറയുന്നു, ഉപഭോഗ ബണ്ടിൽ, കൺസംഷൻ ബണ്ടിൽ എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് കൺസ്യൂമേഴ്സ് ബജറ്റ് എന്ന് പറഞ്ഞു, എന്താണ് കൺസംഷൻ ബണ്ടിൽ എന്ന് പറഞ്ഞു. കൺസ്യൂമേഴ്സ് ബജറ്റ് അല്ലെങ്കിൽ ഉപഭോക്താവിന്റെ ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉപഭോക്താവിന്റെ കയ്യിൽ ഒരു സാധനം വാങ്ങാൻ വെച്ചിരിക്കുന്ന പണത്തെയാണ്, അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങാൻ ഉപഭോക്താവ് ഉദ്ദേശിക്കുന്ന പണത്തെയാണ്, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആവശ്യമുള്ള പണത്തെയാണ് എന്ത് പറയുന്നത്, ഉപഭോക്താവിന്റെ ബജറ്റ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ബജറ്റ് എന്ന് പറയുന്നത്. എന്താണ് കൺസംഷൻ ബണ്ടിൽ എന്ന് പറഞ്ഞു, അദ്ദേഹം വാങ്ങിയ രണ്ട് സാധനങ്ങളെ ആ ഒരു കൂട്ടത്തെയാണ് ഉപഭോഗ ബണ്ടിൽ അല്ലെങ്കിൽ കൺസംഷൻ ബണ്ടിൽ എന്നും പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഈ ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യമുണ്ട്, യൂട്ടിലിറ്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളിപ്പോ ഒരു HSAയുടെ കോച്ചിങ്, ഓൺലൈൻ കോച്ചിങ് സെന്ററിൽ ചേർന്നെന്ന് വിചാരിക്കുക. നിങ്ങൾ പലരും എൻ്റെ ക്ലാസ് കേൾക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും കുറച്ച് പേരെങ്കിലും ഒരു ഓൺലൈൻ കോച്ചിങ് സെന്ററിൽ ചേർന്നിട്ടുണ്ടായിരിക്കും അല്ലെ. വലിയ വലിയ പരസ്യങ്ങൾ കണ്ടിട്ട് വലിയൊരു തുക കൊടുത്ത് നിങ്ങളൊരു ഓൺലൈൻ കോച്ചിങ് സെന്ററിൽ
ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ജോയിൻ ചെയ്തെന്ന് വിചാരിച്ചോട്ടെ. നിർഭാഗ്യവശാല് ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഒരു തൃപ്തകരമല്ല. അതായത് നിങ്ങൾ വലിയ പൈസ കൊടുത്ത് നിങ്ങൾ വലിയ പരസ്യം കണ്ടിട്ട് HSAയുടെ കോച്ചിങ്ങിന് ചേർന്നതാണ്. പക്ഷെ എന്തല്ല, നിങ്ങൾക്ക് ക്ലാസ് ഒരു തൃപ്തികരമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തും കിട്ടിയില്ല, ജോലി ലഭിച്ചില്ല എന്ന് വിചാരിക്കുക. HSA കിട്ടിയതുമില്ല. അപ്പൊ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ചോദിക്കേണ്ട കാര്യമില്ല അല്ലേ? പക്ഷെ നമ്മൾ അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് വെറും 300 രൂപയ്ക്കാണ് നമ്മൾ ഒരു HSAയുടെ കോഴ്സ് നടത്തിയത്. അത് കഴിഞ്ഞ് ഇപ്പൊ കഴിഞ്ഞ HSAയിൽ ഇതുവരെ 14 പേരോളം നമ്മുടെ HSAയുടെ ജോലി പ്രവേശിച്ചിട്ടുണ്ട്. ഇനി റാങ്ക് ലിസ്റ്റിൽ പലരും ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് കയറാൻ വേണ്ടി പലരും നിൽക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞു വന്നത് മാനസികാവസ്ഥയെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾ വലിയൊരു തുക കൊടുത്ത് HSAയുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ് തൃപ്തികരമല്ല, അതുപോലെ നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിലും വരാൻ പറ്റിയില്ല, ജോലിയും കിട്ടിയില്ലെങ്കിൽ ആ വല്ലാത്തൊരു മാനസികാവസ്ഥയായിരിക്കും അല്ലെ? അതുപോലെ തന്നെയാണ് നാം വലിയ വില കൊടുത്ത് കുറച്ച് മാങ്ങ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു. അത് കട്ട് ചെയ്തപ്പോഴാണ് നമ്മൾ അറിയുന്നത് എന്താണ്, അത് മുഴുവൻ പുഴുവാണ്, അത് ഒരു കൊള്ളത്തേയില്ല, കഴിക്കാൻ നല്ലതല്ല, ചീത്തയാണ്. അപ്പൊ നമ്മുടെ മാനസികാവസ്ഥ എന്താണ്? നമ്മൾ വലിയ വില കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ മാങ്ങ മൊത്തം പുഴുവാണ്, ഒരെണ്ണം പോലെ. അതിന്റെ പുറമേ കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു, പക്ഷെ അകത്ത് മൊത്തം പുഴുവായിരുന്നു. അപ്പൊ നമുക്ക് എന്താ നല്ല വിഷമമായിരിക്കും അല്ലെ? ദേഷ്യവും വിഷമവും എല്ലാം തോന്നും. അപ്പൊ ഈ ഒരു മാനസികാവസ്ഥയിൽ നാം സംതൃപ്തരാകുമോ? ഇത്തരത്തിലൊരു സിറ്റുവേഷൻ വന്നാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുമോ? ഒരിക്കലുമില്ല അല്ലെ? അപ്പൊ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഉപയുക്തത അല്ലെങ്കിൽ യൂട്ടിലിറ്റി എന്നൊരു ആശയത്തെ കുറിച്ചാണ്. നമ്മൾ എക്കണോമിക്സിൽ ഈ തിയറിയല്ല, കൺസ്യൂമേഴ്സ് ബിഹേവിയറിനെ കുറിച്ച് പറയാൻ ആ ഒരു ടേമുകളുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി തന്നെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഉപയുക്തത എന്നൊരു ആശയത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. മനുഷ്യന്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു സാധനത്തിന്റെയോ സേവനത്തിന്റെയോ കഴിവിനെയാണ് എന്ത് പറയുന്നത്? ഉപയുക്തത എന്ന് പറയുന്നത്. ഉപയുക്തത അല്ലെങ്കിൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെയോ മനുഷ്യന്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു സാധനത്തിന്റെയോ സേവനത്തിന്റെയോ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുക? ഉപയുക്തത അല്ലെങ്കിൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എക്കണോമിക്സിൽ 3 തിയറീസ് പഠിക്കാനുണ്ട്. 3 തിയറികൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തെയാണ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് അല്ലെങ്കിൽ സംഖ്യാന ഉപയുക്തത. ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റിന്റെ ഒരു തിയറിയാണ് സംഖ്യാന ഉപയുക്തത അല്ലെങ്കിൽ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ക്രമ ഉപയുക്തത അല്ലെങ്കിൽ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. ഹിഗ്സും അലനും ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് ക്രമ സമീപനം അല്ലെങ്കിൽ ക്രമ ഉപയുക്തത സിദ്ധാന്തം, ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയും. മൂന്നാമത്താണ് റിവീൽഡ് പ്രിഫറൻസ് സിദ്ധാന്തം. പോളെ സാമുവൽസൺ ആണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്, റിവീൽസ് പ്രിഫറൻസ് സിദ്ധാന്തം. അപ്പൊ 3 തിയറി ഉപയുക്തതയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയുക്തത എന്താന്ന് പഠിച്ചു അല്ലേ? മനുഷ്യന്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു സാധനത്തിന്റെയോ സേവനത്തിന്റെയോ കഴിവിനെയാണ് ഉപയുക്തത, യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട 3 തിയറികളാണ് സംഖ്യാന ഉപയുക്തത, കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, തിരിഞ്ഞു പോകരുത്, ക്രമ ഉപയുക്തത, ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, റിവീൽഡ് പ്രിഫറൻസ് സിദ്ധാന്തം, പോളെ സാമുവൽസൺ. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ആൽഫ്രഡ് മാർഷൽ ആണെങ്കിൽ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ഹിഗ്സും അലനുമാണ്, പോളെ സാമുവൽസൺ ആണ് റിവീൽഡ് പ്രിഫറൻസ് സിദ്ധാന്തം. അതൊന്നും മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി എന്താണ് സംഖ്യാന ഉപയുക്തത? ആ പേരിൽ തന്നെ ഉണ്ട്, സംഖ്യയാണ് അല്ലെ? കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ആണ്. അതായത് യൂട്ടിലിറ്റി ഉപയുക്തതയെ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുമെന്നാണ് ആര് പറയുന്നത്? ആൽഫ്രഡ് മാർഷൽ പറയുന്നത്. ഒരു വസ്തുവിന്റെ ഉപയോഗത്തിൽ നിന്നും ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന സംതൃപ്തി എന്ത് ചെയ്യാം? സംഖ്യാരൂപത്തിൽ അളക്കാൻ കഴിയുന്നതിനെയാണ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആധുനിക തിയറികൾ പ്രകാരം ഈ ഒരു സിദ്ധാന്തത്തെ ആരും അംഗീകരിക്കുന്നില്ല. കാരണം ഒരിക്കലും നമ്മുടെ സംതൃപ്തിയെ നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പം ആൽഫ്രഡ് മാർഷൽ എന്താ പറയുന്നത്? ഒരു വസ്തുവിന്റെ ഉപയോഗത്തിൽ നിന്നും ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന സംതൃപ്തിയെ നമുക്ക് എങ്ങനെ ഇതാക്കാം? സംഖ്യാരൂപത്തിൽ അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കുമെന്നാണ് കാർഡിനൽ യൂട്ടിലിറ്റി കൊണ്ട് അദ്ദേഹം പറയുന്നത്. ഇനി ക്രമ ഉപയുക്തത നോക്കിയ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. ക്രമം എന്ന് പറയുമ്പോൾ എന്താണ്? റാങ്ക് കൊടുക്കുകയാണല്ലേ, ഓരോ ക്രമത്തിലാണ് പറയുന്നത് അല്ലെ? യൂട്ടിലിറ്റി എന്ത് ചെയ്യാം? മെഷർ ചെയ്യാൻ, അളക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് ക്രമ ഉപയുക്തത. അവർ പറയുന്നത് എന്താണ്? റാങ്ക് ചെയ്യാൻ മാത്രമേ സാധിക്കൂ. ക്രമ ഉപയുക്തത കൊണ്ട് ഹിഗ്സും അലനും മുമ്പോട്ട് വെക്കുന്ന ആശയം റാങ്ക് ചെയ്യാൻ മാത്രമേ സാധിക്കൂ എന്നാണ്. അതായത് ഒരു ഉപഭോക്താവിന് ലഭിക്കുന്ന സംതൃപ്തി എങ്ങനെ ചെയ്യാൻ? റാങ്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി റിവീൽഡ് പ്രിഫറൻസ് സിദ്ധാന്തം എന്താ പറയുക? കൺസ്യൂമറുടെ സ്ട്രോങ് ബിഹേവിയറിനെ കാണിക്കുന്ന തിയറിയാണെന്നാണ്. കൺസ്യൂമറുടെ ഒരു സ്ട്രോങ് ബിഹേവിയർ, അദ്ദേഹത്തിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ഒരു സിദ്ധാന്തമാണ് റിവീൽഡ് പ്രിഫറൻസ് സിദ്ധാന്തം എന്ന് പറയുന്നത്. അതായത് കൺസ്യൂമർ ഒരെണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് പോകില്ല,
അതായത് അദ്ദേഹം ഒരെണ്ണം ആൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നിലോട്ടും അദ്ദേഹം ചൂസ് ചെയ്യില്ല, ആ ഒരെണ്ണം മാത്രം എന്ത് ചെയ്യുന്നു, ചൂസ് ചെയ്യുള്ളൂ എന്നാണ് ഈ ഒരു റിവീൽഡ് പ്രിഫറൻസ് സിദ്ധാന്തത്തിലൂടെ പോൾ എ സാമുവൽസൺ മുമ്പോട്ട് വെക്കുന്നത്. അപ്പൊ ഇതെന്താന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? നമ്മൾ നേരത്തെ പഠിച്ചു വന്നത് ഉപഭോഗ ബണ്ടിലിനെ കുറിച്ചായിരുന്നു അല്ലെ. ഉപഭോഗ ബണ്ടിലിനെ കുറിച്ച് നമ്മൾ പഠിച്ചു വെച്ചിരുന്നു അല്ലെ. ഉപഭോഗ ബണ്ടിൽ എന്താണെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ആ വസ്തുക്കളുടെ കൂട്ടത്തെ നമുക്ക് കൺസംഷൻ ബണ്ടിൽ എന്ന് പറയാം. ഉപഭോക്താവ് മാർക്കറ്റിൽ പോയിട്ട് രണ്ട് സാധനങ്ങൾ വാങ്ങി ആ വസ്തുക്കളുടെ ഒരു കൂട്ടത്തെ നമുക്ക് എന്ത് പറയാം, കൺസംഷൻ ബണ്ടിൽ എന്ന് പറയാമെന്ന് പഠിച്ചു. ഈ ഉപഭോഗ ബണ്ടിലെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഈ ഉപഭോഗ ബണ്ടിലിനെ കുറിച്ച് പഠിക്കുമ്പം നമുക്ക് ഒരു പ്രത്യേക രൂപത്തിലാണ് നമ്മൾ കൺസംഷൻ ബണ്ടിലിനെ എഴുതുക. ഇപ്പൊ 5,8 ഓക്കെ, ഇവിടെ ഈ ഒരു ബണ്ടില് നമ്മളൊരു പ്രത്യേക രൂപത്തിലാണ് കൺസംഷൻ ബണ്ടിൽ എഴുതുക എന്ന് പറയുന്നു. 5,8 എന്ന് പറയും. ഒന്നാമത്തെ വസ്തു എത്രയാണ്, 5 യൂണിറ്റും രണ്ടാമത്തെ വസ്തു 8 യൂണിറ്റ് വാങ്ങിയെന്നാണ് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു സാധനം വാങ്ങുമ്പം നമ്മൾ ആ സാധനത്തിന്റെ അളവിനെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുക. ഇവിടെ 5, 8 എന്ന് പറയുന്നത് ആപ്പിൾ ഓറഞ്ചും ആണെങ്കിൽ, 5, 8 എന്ന് പറയുന്നത് ആപ്പിളിന്റെ ഓറഞ്ചിന്റെയും അളവാണെങ്കിൽ 5 യൂണിറ്റ് ആപ്പിൾ എന്നും 8 യൂണിറ്റ് ഓറഞ്ച് എന്നും നമുക്ക് അതിനെ പറയാം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഗുഡ് വൺ ആൻഡ് ഗുഡ് ടു. ഗുഡ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നമുക്ക് ആപ്പിളിനെ എടുക്കാം. ഗുഡ് ടു എന്ന് പറയുന്നത് ഓറഞ്ചിനെയും എടുക്കാം. ഓക്കെ, അതുപോലെ വേറൊരു കൺസംഷൻ ബണ്ടിൽ എടുക്കുകയാണെങ്കിൽ 3, 6, 3 യൂണിറ്റ് എന്ന് പറയുന്നത് ഗുഡ് വൺ ആയിരിക്കും, 6 യൂണിറ്റ് എന്ന് പറയുന്നത് ഗുഡ് ടു ആയിരിക്കും. മനസ്സിലായല്ലോ. ഏതൊരു സാധനം എടുത്താലും ആ സാധനത്തിന്റെ അളവാണ് നമ്മളിവിടെ കൺസംഷൻ ബണ്ടിലായിട്ട് എഴുതുക. 5,8, 3,6. അത് കൺസ്യൂമറുടെ ബജറ്റ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം വാങ്ങുന്ന രണ്ട് വസ്തുക്കളുടെ ഏതെങ്കിലും ഒരു സംയോഗം, അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇങ്ങനെ എഴുതാൻ പറ്റും. 5,8 അല്ലെങ്കിൽ 3,6. ഇതിനെയാണ് നമ്മൾ കൺസംഷൻ ബണ്ടിൽ എന്ന് മനസ്സിലാക്കണം. നമ്മൾ ഒരു സാധനം വാങ്ങുവാൻ മാർക്കറ്റിൽ പോയി നമ്മുടെ കയ്യിൽ ഒരു 100 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ സാധനം വാങ്ങാൻ വേണ്ടി മാർക്കറ്റിൽ പോവുകയാണ്. നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ട്, 100 രൂപയുണ്ട്. രണ്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നാം പോയത്. പക്ഷേ നമ്മുടെ കയ്യിലുള്ള പണത്തേക്കാൾ കൂടുതലാണ് ആ സാധനത്തിന്റെ വില എന്ന് മനസ്സിലാക്കി. അതായത് നമ്മുടെ കയ്യിലുള്ള 100 രൂപയേക്കാൾ കൂടുതലാണ് സാധനത്തിന്റെ വില. അപ്പൊ നമുക്ക് കുറച്ച് സാധനം മാത്രമേ വാങ്ങാൻ സാധിക്കത്തുള്ളൂ അല്ലേ. എന്നാൽ വില കുറവാണെങ്കിലോ, അതായത് 100 രൂപയിൽ താഴെ ആണെങ്കിലോ നമുക്ക് ആ വസ്തു കുറച്ച് കൂടുതൽ വാങ്ങാൻ കഴിയും അല്ലേ. അപ്പൊ ആ ഒരു കമ്മോഡിറ്റിയുടെ വില അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാധനം വാങ്ങുന്നത്. അപ്പോൾ ഒരു ഉപഭോക്താവ് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടായിരിക്കും സാധനങ്ങൾ വാങ്ങുക എന്ന് മനസ്സിലാക്കുക. ഒന്ന് ഇൻകം ഓഫ് ദി കൺസ്യൂമർ, രണ്ട് പ്രൈസ് ഓഫ് ടു കമ്മോഡിറ്റീസ്, രണ്ട് വസ്തുക്കളുടെയും വില. അല്ലേടെ, നമ്മൾ രണ്ട് സാധനം മാർക്കറ്റിൽ വാങ്ങാൻ പോവുകയാണ്, ആപ്പിൾ ഓറഞ്ച് വാങ്ങാൻ പോവുകയാണ്. നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ട്, 100 രൂപയുണ്ട്. 100 രൂപയ്ക്ക് ഇപ്പൊ ആപ്പിൾ ഓറഞ്ച് കിട്ടത്തില്ല. നമ്മൾ ആശയം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ആ മാർക്കറ്റിൽ പോയി 100 രൂപ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ആപ്പിളിന് 50 രൂപ, ഓറഞ്ചിന് 50 രൂപ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കിലോ വീതം വാങ്ങാൻ പറ്റും അല്ലേ. ഇനി ആപ്പിളിന് 100 കിലോ, ഒരു 100 രൂപയാണെന്ന് വെച്ച് 1 കിലോയ്ക്ക്, അപ്പൊ നമുക്ക് ഓറഞ്ച് വാങ്ങാൻ പറ്റുമോ, ഇല്ല. അല്ലെങ്കിൽ അര കിലോ ആപ്പിൾ, അര കിലോ ഓറഞ്ച്, അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലുള്ള പണത്തെ, നമ്മുടെ ബജറ്റ് അല്ലെ, നമ്മുടെ കയ്യിലുള്ള ആ ഒരു പണത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാധനങ്ങൾ വാങ്ങുക, സാധനങ്ങളും സേവനങ്ങളും എന്തായാലും വാങ്ങുക. അപ്പം നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഈ പ്രധാനമായിട്ടും അടിസ്ഥാനമാക്കിയിട്ടാണ്, നമ്മൾ രണ്ട് കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് സാധനങ്ങൾ വാങ്ങുക. ഒന്ന് ഇൻകം ഓഫ് ദി കൺസ്യൂമർ അല്ലെ, നമ്മുടെ ഉപഭോക്താവിന്റെ കയ്യിലുള്ള വരുമാനം. രണ്ടെന്ന് പറയുന്നത് എന്താണ്, രണ്ട് വസ്തുക്കളുടെയും വില അല്ലെ, പ്രൈസ് ഓഫ് ടു കമ്മോഡിറ്റീസ്. ഇത്തരത്തിൽ ഒരു ഉപഭോക്താവിന് വാങ്ങാൻ കഴിയുന്ന ബണ്ടിലുകളുടെ കൂട്ടത്തെയാണ് ബജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബജറ്റ് സെറ്റ് എന്താണ്, ഓരോ ടീമുകൾ നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം. ഈ ബജറ്റ് സെറ്റ് എന്താണ്, ഉപഭോഗ ബണ്ടിൽ എന്താണ്, ഉപയുക്തത എന്താണ്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ചാപ്റ്റർ മുമ്പോട്ട്, ഈ ചാപ്റ്റർ മാത്രമല്ല ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, ടോപ്പിക്കുകളെല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ബജറ്റ് സെറ്റ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഒരു ഉപഭോക്താവിന് വാങ്ങാൻ കഴിയുന്ന ബണ്ടിലുകളുടെ കൂട്ടത്തെയാണ് എന്ത് പറയുക, ബജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഉപഭോക്താവിന്റെ വരുമാനം അനുസരിച്ച് വാങ്ങാൻ കഴിയുന്ന രണ്ട് വസ്തുക്കളുടെ കൂട്ടത്തെയാണ് എന്ത് പറയുക, ബജറ്റ് സെറ്റ് എന്ന് പറയുക. നമ്മളോട് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും, നമുക്ക് HSIയുടെ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും, ഒരു ബജറ്റ് സെറ്റ് തയ്യാറാക്കാൻ പറയും നമ്മളോട്, അല്ലെങ്കിൽ ഒരു ബജറ്റ് സെറ്റ് കാണിച്ചൊരു ഗ്രാഫ് തയ്യാറാക്കാൻ പറയും, അല്ലെങ്കിൽ ആ ഗ്രാഫിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ഒരു ക്വസ്റ്റ്യൻ വരും, അത് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വരും. ഒരു ബജറ്റ് സെറ്റ് തയ്യാറാക്കാൻ പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ബജറ്റ് സെറ്റ് തയ്യാറാക്കാൻ സാധിക്കും. എങ്ങനെയാണെന്ന് നോക്കാം.
അതിനായിട്ട് നമ്മൾ കുറെ ടേംസുകൾ അറിഞ്ഞിരിക്കണം. കുറെ ടേംസുകളുണ്ട്, അതൊന്നും നമുക്ക് നോക്കാം. P1 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ഓഫ് ഗുഡ് വൺ, ഒന്നാമത്തെ വസ്തുവിന്റെ വില. ഇതാണ് P1 എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചതായിരിക്കാം, ഒന്നും കൂടി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും എന്ത് ചെയ്യുന്നു, ഓർമ്മ കിട്ടുന്നു. P2 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ഓഫ് ഗുഡ് ടു, രണ്ടാമത്തെ വസ്തുവിന്റെ വില. Q1 ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് വൺ, ഒന്നാമത്തെ വസ്തുവിന്റെ അളവ്. Q2 ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് ടു, രണ്ടാമത്തെ വസ്തുവിന്റെ അളവ്. എം എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിന്റെ വരുമാനം, ഇൻകം ഓഫ് ദി കൺസ്യൂമർ. എം എന്ന് പറയുന്നത് എപ്പോഴും ഇൻകം ഓഫ് ദി കൺസ്യൂമർ ആയിരിക്കും, അതായത് ഒരു ഉപഭോക്താവിന്റെ വരുമാനത്തെ ആയിരിക്കും ഇവിടെ എം എന്ന് സൂചിപ്പിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ നമുക്കൊരു ഇക്വേഷനിന്റെ ബജറ്റ് സെറ്റുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ നമുക്ക് രൂപീകരിക്കാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കണക്കുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ബജറ്റ് സെറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ബജറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ഉപഭോക്താവിന് വാങ്ങാൻ കഴിയുന്ന ബണ്ടിലുകളുടെ കൂട്ടത്തെ നമുക്ക് എന്ത് പറയാം? ബജറ്റ് സെറ്റ് എന്ന് പറയാം. സെറ്റ്, ഒരു ബജറ്റ് സെറ്റ്, ഒരു ഉപഭോക്താവിന്റെ വാങ്ങാൻ കഴിയാവുന്ന ബണ്ടിലുകളുടെ കൂട്ടം, അല്ലെ? കൺസംഷൻ ബണ്ടിൽ നമ്മൾ പറഞ്ഞില്ലേ, ഉപഭോഗ ബണ്ടിലുകൾ, ആ കൂട്ടത്തെയാണ് ബജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. അപ്പൊ ഒരു ബജറ്റ് സെറ്റ് തയ്യാറാക്കാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി പി തരും. പി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ 5 ആയിട്ട് എടുക്കാം. P2 എന്ന് പറയുന്നത് 5 ആണ്. എം എന്ന് പറയുന്നത് 20 ആണ്. അതായത് ഒന്നാമത്തെ സാധനത്തിന്റെ വില എന്ന് പറയുന്നത് 5 ആണ്, രണ്ടാമത്തെ സാധനത്തിന്റെ വില എന്ന് പറയുന്നത് 5 ആണ്, ഉപഭോക്താവിന്റെ വരുമാനം എന്ന് പറയുന്നത് 20 ആണ്, അല്ലെ? ഇത് മൂന്നും നമുക്ക് തരും. എന്നിട്ട് പറയാം ഒരു ബജറ്റ് സെറ്റ് തയ്യാറാക്കുക. നമുക്കറിയാം ഉപഭോഗ ബണ്ടിലുകളാണ് നാം എഴുതേണ്ടത്, അല്ലെ? ഉപഭോഗ ബണ്ടിലുകളുടെ ഒരു കൂട്ടത്തെയാണ് ബജറ്റ് സെറ്റ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ ബണ്ടിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം, 0 0. ഇതൊരു ബണ്ടിലാണ്. ഇതിന്റെ മീനിങ് എന്താണ്? 0 0 എന്ന് എഴുതി നമ്മളിവിടെ. അതായത് 20 രൂപയായിട്ട് ഒരാൾ മാർക്കറ്റിൽ പോയി, അല്ലെ? 2 വസ്തുക്കൾ വാങ്ങാൻ വേണ്ടി പോയതാ. എത്രയാ വിലയെന്ന് അയാൾ ചോദിച്ചു. അതായത് കടക്കാരനോട് ചോദിച്ചു എത്രയാണ് വില. അപ്പം അയാൾ പറഞ്ഞു 2 സാധനത്തിന് 5 രൂപ വീതം ആ വില എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറയാണ് ഇത് കൂടുതലാണ്, അതുകൊണ്ട് അയാൾക്ക് വാങ്ങുന്നില്ല, താല്പര്യമില്ല. 5 രൂപ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എടുത്തത് എന്താണ്? നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ സംഭവം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് 5 രൂപ എടുക്കുന്നത്. അപ്പം ഒരു സാധനത്തിന്റെ വില 5 രൂപ, മറ്റൊരു സാധനത്തിന്റെ വില 5 രൂപ എന്ന് കടക്കാരൻ പറയുന്നു. പുള്ളിയുടെ കയ്യിൽ 20 രൂപയുണ്ട്. 20 രൂപയായിട്ട് അയാൾ മാർക്കറ്റിൽ പോയതാണ്, 2 വസ്തുക്കൾ വാങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പൊ അയാൾ അവിടെ ചെന്നപ്പോ എന്ത് പറയുന്നു? കടക്കാരൻ പറഞ്ഞു 2 സാധനത്തിന് 5 രൂപ വീതം വില എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറയാണ് 5 രൂപ കൂടുതലാണ്, എനിക്ക് വാങ്ങാൻ താല്പര്യമില്ല. അപ്പൊ അയാൾ 2 സാധനങ്ങളും വാങ്ങുന്നില്ല. അപ്പൊ അവിടെ നമുക്ക് ഉപഭോഗ ബണ്ടിൽ എങ്ങനെ എടുക്കാം? 0, ഒന്നാമത്തെ വസ്തു 0, രണ്ടാമത്തെ വസ്തു 0. കാരണം എന്താണ്? ആ 2 സാധനങ്ങൾ അയാൾ വാങ്ങിയില്ല. മനസ്സിലായില്ലേ? അയാൾ ഒന്നും വാങ്ങിയില്ല, അപ്പോൾ അയാൾ ഒന്നും ചെലവാക്കിയിട്ടില്ല. അപ്പോൾ ഉപഭോഗ ബണ്ടിൽ എങ്ങനെ നമുക്ക് എഴുതാം? 0 0, അല്ലെ? 0 0 എന്ന് എഴുതാം. കാരണം എന്താണ്? സാധനങ്ങളൊന്നും വാങ്ങുന്നില്ല. അപ്പൊ അതൊരു ഉപഭോഗ ബണ്ടിലല്ലേ? നമ്മള് 1 0 എന്ന് എടുത്തു. 1 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒന്നാമത്തെ സാധനം മാത്രമാണ് അയാൾ വാങ്ങിയത്, അല്ലെ? അത് എത്ര രൂപ ചെലവായി? 5 രൂപ അയാൾക്ക് ചെലവായി. അപ്പൊ അയാൾക്ക് എത്ര ആകെ ചെലവായിട്ടുണ്ട്? 20 രൂപ അയാളുടെ കയ്യിലുണ്ട്, അയാൾക്ക് 5 രൂപ മാത്രമേ ചെലവായിട്ടുള്ളൂ. ഇനി 2 0 എന്ന് എടുത്താലോ? ഇവിടെ എത്ര രൂപ ചെലവായി? ഒന്നാമത്തെ വസ്തു 2 യൂണിറ്റ് ആണ് വാങ്ങിയത്, രണ്ടാമത്തെ വസ്തു എന്ത് ചെയ്തിട്ടില്ല, അയാൾ വാങ്ങിയിട്ടില്ല. അപ്പൊ അയാൾക്ക് ആകെ എത്ര രൂപ ചെലവായി? 5 × 2 എത്രയാണ്? 10 ആണ്, അല്ലെ? അപ്പം മൊത്തം അയാൾക്ക് എത്ര രൂപ ചെലവായി? 10 രൂപ ചെലവായി. ഇനി 3 0 എന്ന് എടുത്താലോ? 3 0 എന്ന് എടുത്താൽ എത്രയാവും? 5 × 3 എത്രയാണ്? 15 ആണ്, അല്ലെ? 15 രൂപയാണ് അയാൾക്ക് ചെലവായത്. രണ്ടാമത്തെ വസ്തു അയാൾ വാങ്ങിയിട്ടില്ല. 4 0 എന്ന് എടുത്താലോ? അതായത് ഒന്നാമത്തെ സാധനം മാത്രമാണ് അയാൾ വാങ്ങിയത്, അതിന് ടോട്ടല് എത്ര രൂപ ചെലവായി? 4 × 5 എത്രയായി? 20 രൂപ, അല്ലെ? 20 രൂപ അയാൾക്ക് മൊത്തം ചെലവായി. അയാളുടെ കയ്യിൽ ആകെ എത്ര രൂപയുണ്ട്? 20 രൂപയുണ്ട്. അപ്പൊ ഒന്നാമത്തെ സാധനം മാത്രമാണ് അയാൾ വാങ്ങിയത്, അത് 4 യൂണിറ്റ് വാങ്ങുകയും ചെയ്തു. 4 യൂണിറ്റ് വാങ്ങിയപ്പോ എത്രയായി? ഒരു യൂണിറ്റിന്റെ വില എത്രയാണ്? 5 രൂപയാണ്. അപ്പൊ 5 × 4 20. അപ്പൊ 20 രൂപയാണ് അയാൾക്ക് ചെലവായത്. ഒന്നാമത്തെ സാധനം മാത്രമാണ് അയാൾ വാങ്ങിയത്. അപ്പൊ അദ്ദേഹത്തിന് വരുമാനം 20 രൂപയാണ്, അത് മുഴുവൻ അദ്ദേഹത്തിന്റെ ചെലവായി. ഇനി ഇവിടെ നമുക്ക് 5 0 എന്ന് എടുക്കാൻ പറ്റുമോ? ഇല്ല. അദ്ദേഹത്തിന് ആകെ വരുമാനം 20 രൂപയാണ്, അല്ലെ? അപ്പൊ 5 × 5 എന്ന് പറയുമ്പോൾ എത്രയാവും? 25 രൂപയാകും. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ അത്ര രൂപ ഉണ്ടോ? അത്ര എമൗണ്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ അദ്ദേഹത്തിന് അത് വാങ്ങാൻ സാധിക്കില്ല. അപ്പൊ 5,0 എന്ന് നമുക്ക് എടുക്കാൻ ഇവിടെ സാധിക്കില്ല. അങ്ങനെ ഒരു ഉപഭോഗ ബണ്ടിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല, അല്ലെ? അതുപോലെ തന്നെയാണ് ഇനി അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ഈ ഒന്നാമത്തെ യൂണിറ്റ് വാങ്ങിയ പോലെ തന്നെ എന്ത് ചെയ്യാം? രണ്ടാമത്തെ യൂണിറ്റും വാങ്ങാൻ സാധിക്കും, അല്ലേ? അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? 0 1 എന്ന് എടുക്കാം, അല്ലെ? ഒന്നാമത്തെ വസ്തു വാങ്ങിയിട്ടില്ല, രണ്ടാമത്തെ സാധനം വാങ്ങിയിട്ടുണ്ട്, ഒരു യൂണിറ്റ് വാങ്ങിയിട്ടുണ്ട്, അല്ലെ? ഇപ്പൊ 0 1 എന്നായില്ലേ? രണ്ടാമത് അങ്ങനെ എഴുതാം, നമുക്ക് 0 2 എന്ന് എഴുതാം. 0 2 രണ്ടാമത്തെ വസ്തു 2 യൂണിറ്റ് വാങ്ങി. അതുപോലെ 0 3 മൂന്നാമത്തെ രണ്ടാമത്തെ സാധനം 3 യൂണിറ്റ് വാങ്ങി, അല്ലെ? അതുപോലെ 0 4
എങ്ങനെ 04 രണ്ടാമത്തെ സാധനം 4 യൂണിറ്റ് വാങ്ങി അല്ലേ. അപ്പൊ ഇവിടെ ഒന്നാമത്തെ സാധനം വാങ്ങുന്നില്ല, രണ്ടാമത്തെ സാധനം മാത്രമേ വാങ്ങുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു കൺസംഷൻ ബണ്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, മിക്സ് ചെയ്ത് വാങ്ങാം അല്ലെ. അതെങ്ങനെ മിക്സ് ചെയ്ത് വാങ്ങാം, രണ്ടും ഓരോന്ന് വീതം വാങ്ങാം. 1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെ 1 2 അല്ലെ, 1 2 ഒന്നാമത്തെ സാധനത്തിന്റെ വില 5 രൂപ, രണ്ടാമത്തെ സാധനത്തിന്റെ വില 5 രൂപ. അങ്ങനെ ഒന്നാമത്തെ സാധനം 1 യൂണിറ്റും രണ്ടാമത്തെ സാധനം 2 യൂണിറ്റും വാങ്ങി. അപ്പൊ മൊത്തം എത്ര രൂപയൊക്കെ ചെലവായി, 15 രൂപയൊക്കെ ചെലവായി അല്ലെ. അതുപോലെ തന്നെ 1 3 എന്ന് നമുക്ക് എഴുതാം. 1 3 ആകുമ്പോൾ എത്ര രൂപ ചെലവായക്ക്, ഒന്നാമത്തെ സാധനം 1 യൂണിറ്റും രണ്ടാമത്തെ സാധനം 3 യൂണിറ്റും വാങ്ങി. അപ്പൊ എത്ര രൂപ ചെലവായി, മൊത്തം ടോട്ടൽ 20 രൂപയൊക്കെ ചെലവാവും അല്ലെ. ഒന്നാമത്തെ സാധനത്തിന് വില 5 രൂപ, രണ്ടാമത്തെ സാധനത്തിന് വില 5 രൂപ എന്ന കണക്കിലെടുക്കുകയാണെങ്കിൽ 1 3 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അയാളുടെ കയ്യിലുള്ള ആകെ വരുമാനം എം എന്ന് പറയുന്നത് 20 അപ്പൊ മൊത്തം ടോട്ടല് 2 സാധനം കൂടി 4 യൂണിറ്റ് വാങ്ങുമ്പോൾ അയാൾക്ക് മൊത്തം എത്ര രൂപ ചെലവും, 20 രൂപ ചെലവും. അതുപോലെ നമുക്ക് 2 1 എന്ന് എടുക്കാം. 2 1 ഒന്നാമത്തെ സാധനത്തിന് 2 യൂണിറ്റ്, രണ്ടാമത്തെ സാധനം 1 യൂണിറ്റ് വാങ്ങി. അതുപോലെ തന്നെ 3 1 എന്ന് എടുക്കാം. ഒന്നാമത്തെ സാധനം 3 യൂണിറ്റും രണ്ടാമത്തെ 1 യൂണിറ്റും വാങ്ങിയെന്ന് എടുക്കാം. അതുപോലെ 2 2 എന്നും നമുക്ക് എടുക്കാം അല്ലെ. 2 2 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ സാധനം 2 യൂണിറ്റും രണ്ടാമത്തെ സാധനം 2 യൂണിറ്റും. അപ്പൊ മൊത്തം എത്ര രൂപ ചെലവ്, അയാളുടെ മൊത്തം വരുമാനം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം രീതിയിലെല്ലാം മിക്സ് ചെയ്തും അല്ലാതെ ഒന്നാമത്തെ സാധനം മാത്രമായിട്ടും രണ്ടാമത്തെ സാധനം മാത്രമായിട്ടും മിക്സ് ചെയ്തും എല്ലാം അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. ഈ മൊത്തം ബണ്ടിലുകൾ കൂടി എത്ര എണ്ണമുണ്ട്, 15 ബണ്ടിലുകൾ ഉണ്ട് അല്ലെ. ഇവിടെ നോക്കി, നമ്മളിപ്പോ ഇത്രയും കൺസംഷൻ ബണ്ടിലുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ബണ്ടിലുകളിൽ അദ്ദേഹത്തിന്റെ വരുമാനം മുഴുവൻ ചിലവാക്കിയ ബണ്ടിലുകൾ ഏതൊക്കെയാണ്, നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കി. ഏതൊക്കെയായിരിക്കും അദ്ദേഹത്തിന്റെ വരുമാനം മുഴുവൻ ചിലവാക്കിയ ബണ്ടിലുകൾ ഏതെല്ലാമാണെന്ന്. ഇപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ വരാം, ഇങ്ങനെ കുറെ ബണ്ടിലുകൾ തന്നിട്ട് അദ്ദേഹത്തിന്റെ വരുമാനം എത്രയാണെന്ന് കൊടുത്തിട്ട് P1 P2 വില തന്നിട്ട് അദ്ദേഹം ആ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് വാങ്ങി, അദ്ദേഹത്തിന്റെ വരുമാനം മുഴുവനുമായി ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിയ ബണ്ടിലുകൾ ഏതൊക്കെയാണെന്ന് വേണം ചോദിക്കാം. അങ്ങനെ നിസ്സാരമായ ക്വസ്റ്റ്യൻ ആണ്, എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യനുമാണ് അല്ലെ. അപ്പൊ ഇതെങ്ങനെ, ഏതൊക്കെ ബണ്ടിലുകളായിരിക്കും? ഇവിടെ നമുക്ക് ഇത്രയും ബണ്ടിലുകളിൽ നിന്ന് 4 0 എടുക്കാം അല്ലെ. 4 എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ വസ്തു ഏത് സാധനമായിക്കട്ടെ, ആ സാധനം അയാൾ 4 യൂണിറ്റ് വാങ്ങി. 5 രൂപയാണ് ഒരു സാധനത്തിന്റെ വില. അപ്പൊ 4 × 5 എത്രയായി, 20 അപ്പൊ അയാളുടെ വരുമാനം 20 അല്ലേ. അപ്പൊ 20 രൂപ മൊത്തം പൈസയും ഉപയോഗിച്ചുകൊണ്ട് അയാൾ വാങ്ങിയത് 4 0 എന്ന് പറയാം അല്ലെ, ആ ഒരു ബണ്ടിൽ എന്ന് പറയാം. അതുപോലെ 0 4 നമുക്ക് എടുക്കാം. അതുപോലെ 1 3 അല്ലെ, ടോട്ടൽ 4 എണ്ണം വരുന്നില്ലേ. ടോട്ടൽ 4 എണ്ണം വരുന്നുണ്ടോ നോക്കിയാൽ മതി. രണ്ടും സാധനങ്ങളോട് ചേർന്ന് 4 എണ്ണം വരുന്നുണ്ടെങ്കിൽ ഒരു സാധനത്തിന് 5 രൂപ ആണെങ്കിൽ എത്രയായി, 20 രൂപയായി അല്ലെ. അയാളുടെ വരുമാനം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിയ ബണ്ടിലുകളാണ് നമുക്ക് പറയാം. അതുപോലെ 1 3 3 1 2 2 ഇത്രയും ബണ്ടിലുകൾ എന്താണ്, അയാളുടെ വരുമാനം മുഴുവൻ ചിലവാക്കിയ ബണ്ടിലുകളാണ്. അങ്ങനെ വേണ്ട നമുക്കൊരു ക്വസ്റ്റ്യൻ വരാം. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ തരാം. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് അതിന്റെ ആൻസർ എന്ത് ചെയ്യണം, കമന്റ് ബോക്സിൽ ഇടണം. ഒരാളുടെ വരുമാനം 80 രൂപയാണ്. അയാൾ യഥാക്രമം 20 രൂപയും 40 രൂപയും വിലയുള്ള 2 സാധനങ്ങൾ വാങ്ങുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ബജറ്റ് സെറ്റ് തയ്യാറാക്കുക. 2, ബജറ്റ് സെറ്റിൽ നിന്നും അയാൾ വരുമാനം മുഴുവൻ ഉപയോഗിച്ച ബണ്ടിൽ തിരഞ്ഞെടുക്കുക. ഈ 2 ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങളിത് ഇതൊന്ന് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഒന്ന് ഇടുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബജറ്റ് ലൈനെ കുറിച്ചാണ്. ബജറ്റ് ലൈൻ എന്താണ്? ബജറ്റ് ലൈൻ ഒരു ഉപഭോക്താവ് തന്റെ വരുമാനം മുഴുവൻ ചെലവഴിച്ച് വാങ്ങുന്ന 2 സാധനങ്ങളുടെ അളവുകൾ കാണിക്കുന്ന രേഖയെ നമുക്ക് ബജറ്റ് ലൈൻ എന്ന് പറയാം. ഒരു ഉപഭോക്താവ് തന്റെ വരുമാനം മുഴുവൻ ചെലവഴിച്ച് വാങ്ങുന്ന 2 സാധനങ്ങളുടെ അളവുകൾ കാണിക്കുന്ന രേഖയാണ് ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പഠിച്ച ഉപഭോഗ ബണ്ടിലുകളെല്ലാം ചേർത്തൊരു ഗ്രാഫ് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടൂടെ, ഒരു ബജറ്റ് ലൈൻ കിട്ടും. ഈ ബജറ്റ് ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ. P1 x1 + P2 x2 = M. ഇതാണ് ബജറ്റ് ലൈനിന്റെ സമവാക്യം എന്ന് പറയുന്നത്. P1 x1 + P2 x2 = M. അപ്പൊ 2 വസ്തുക്കളെ വാങ്ങുവാൻ വേണ്ടി അദ്ദേഹത്തിന് വരുമാനം മുഴുവൻ ചെലവഴിച്ചു എന്ന് പറയാം അല്ലെ. M എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് 20 രൂപയാണ്. P1 വില 5 രൂപയാണ്. P2 വില 5 രൂപയാണ് അല്ലെ. ഇവിടെ നമുക്കൊരു ബണ്ടിൽ എടുക്കാം. ഇവിടെ 1 3 എന്ന ബണ്ടിൽ എടുക്കാം. 1,3 എന്ന ബണ്ടിൽ എടുക്കാം. ആ ബണ്ടിൽ എടുത്തിട്ട് നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? P1 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ഓഫ് ഗുഡ് 1 എത്രയാണ്? 5 രൂപ. 5 × 1. x1 എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ സാധനം എത്ര യൂണിറ്റ് വാങ്ങി അല്ലെ. 1 3 എന്ന ബണ്ടിലല്ലേ നമ്മൾ എടുത്തത്. അപ്പൊ ഒന്നാമത്തെ x1 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. പ്ലസ് 5 എന്ന് പറയുന്നത് എന്താണ്? P2 എന്ന് പറയുന്നത് രണ്ടാമത്തെ സാധനത്തിന്റെ വില. രണ്ടാമത്തെ സാധനത്തിന്റെ വില എത്രയാണ്? 5 രൂപയാണ്. അപ്പൊ 5 × 3 എന്ന് പറയുന്നത് എന്താണ്? x2 എന്ന് പറയുന്നത് എന്താണ്? ഉപഭോഗ ബണ്ടിൽ നമ്മൾ എടുത്തിട്ടുള്ള രണ്ടാമത്തെ വസ്തു എത്ര യൂണിറ്റ് വാങ്ങി അല്ലെ. 3.
അപ്പം 5x1 + 5x3 എത്ര വരും? 5 + 15 = 20 അല്ലെ? ടോട്ടൽ 20 രൂപ. അപ്പൊ 13 എന്ന ബണ്ടിൽ കറക്റ്റ് അല്ലേ? അദ്ദേഹത്തിന്റെ ടോട്ടൽ ഇൻകം 20 രൂപയാണ്. അത് ഇവിടെ ചെലവായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ബജറ്റ് ലൈൻ വരയ്ക്കാൻ നമ്മൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്ന് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും, രണ്ട് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റിനും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും പഠിച്ചതാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എവിടെയാണ്, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എവിടെയാണ് വരുന്നതെന്ന് മനസ്സിലായി കാണും. ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ എപ്പോഴും എക്സ് ആക്സിസിലായിരിക്കും എന്ത് വരിക? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് വരിക. വൈ ആക്സിസിലായിരിക്കും എന്ത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് വരിക. അത് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ ഒരു ബജറ്റ് ലൈൻ വരയ്ക്കാം. ബജറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എത്രയാ വരിക എന്നും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എത്രയാ വരിക എന്നും നമ്മളത് മനസ്സിലാക്കി വെച്ചേക്കേണ്ടതായിട്ടുണ്ട്. ഇത് ചിലപ്പോൾ നമുക്ക് ഇപ്പം ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കാൻ നമുക്ക് ചോദിക്കണമെന്നില്ല. പക്ഷേ ഇത് എങ്ങനെയാണ് ഈ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം. കൺസ്യൂമർ അദ്ദേഹത്തിന്റെ വരുമാനം മുഴുവൻ ഒന്നാമത് സാധനം വാങ്ങാൻ വേണ്ടി ചെലവഴിക്കുന്നത് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ നോക്കാം. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു കൺസ്യൂമർ അദ്ദേഹത്തിന്റെ വരുമാനം മുഴുവൻ ഒന്നാമത്തെ സാധനം വാങ്ങാൻ വേണ്ടി ചെലവഴിക്കുന്നത് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. കൺസ്യൂമർ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ വരുമാനം മുഴുവൻ ഒന്നാമത്തെ സാധനം വാങ്ങാൻ വേണ്ടി ചിലവഴിക്കുന്നു. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? അതായത് ഈ ബജറ്റ് സെറ്റ്, ഈ ബജറ്റ് ലൈൻ നമ്മൾ ബജറ്റ് ലൈൻ്റെ ഇക്വേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ P1x1 + P2x2 = M എന്ന് പറഞ്ഞു. ആ ഇക്വേഷനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? ഒന്നാമത്തെ സാധനം മാത്രം വാങ്ങാൻ അദ്ദേഹം ചെലവഴിക്കുന്നു. P1x1 + P2x2 ഇവിടെ വാങ്ങുന്നുണ്ടോ? രണ്ടാമത്തെ സാധനം വാങ്ങുന്നില്ല അല്ലെ? ഒന്നാമത്തെ സാധനം മാത്രമാണ് അദ്ദേഹം വാങ്ങാൻ വേണ്ടി ചെലവഴിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ x2 നമുക്ക് എന്ത് എഴുതാം? 0 എന്ന് എഴുതാം. = M. അതായത് P1x1 + P2x2 ഇല്ല, P2 × 0. x2 വരെ നമുക്കിവിടെ 0 എന്ന് എഴുതാം. = M. അപ്പൊ എങ്ങനെയായി? P1x1 + P2 ഉണ്ടോ? P2 × 0 എന്ന് പറയുമ്പോൾ 0 = M. P1x1 = M. x1 എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? M/P1 എന്ന് എഴുതാം അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ളല്ലോ x1 = M/P1. അപ്പൊ നമുക്ക് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എങ്ങനെ കിട്ടി? M/P1 എന്ന് കിട്ടി അല്ലേ? അപ്പൊ വരുമാനം മുഴുവൻ ഗുഡ് 1 വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചാൽ x1 നമുക്ക് എങ്ങനെ എഴുതാം? M/P1 എന്ന് എഴുതാം. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? M/P1 ആയിരിക്കും. മനസ്സിലാക്കി വെച്ചേക്കുക. ഗുഡ് 1 x ആക്സിസിലും ഗുഡ് 2 എന്ന് പറയുന്നത് y ആക്സിസിലും ആയിരിക്കും. ഓക്കെ, അപ്പൊ M/P1 എവിടെയായിരിക്കും വരുന്നത്? ഗുഡ് 1 വരുന്നത്. M/P2 എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഗുഡ് 2 അല്ലെങ്കിൽ y ആക്സിസിലായിരിക്കും വരിക എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എങ്ങനെ കാണാൻ പറ്റും? വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ y ആക്സിസ് അല്ലെങ്കിൽ M/P2 എന്ന് പറയുന്നത് നമ്മൾ y ആക്സിസിൽ പറഞ്ഞിട്ടുള്ള ഗുഡ് 2. ആ M/P2 എങ്ങനെ കിട്ടും? അല്ലെങ്കിൽ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ അദ്ദേഹം നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ അസ്യൂം ചെയ്ത പോലെ അസ്യൂം ചെയ്യുകയാണ്. കൺസ്യൂമർ അദ്ദേഹത്തിന്റെ വരുമാനം മുഴുവൻ രണ്ടാമത്തെ വസ്തു വാങ്ങാനാണ് ഉപയോഗിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? P1 × 0. x1 എന്നുള്ളത് എന്താണ്? 0 ആയിട്ട് മാറി. അദ്ദേഹം ഒന്നാമത്തെ സാധനം വാങ്ങുന്നേ ഇല്ല, 0 ആണ് വാങ്ങുന്നത്. അപ്പൊ P1 × 0 + P2x2 = M എന്ന് നമുക്ക് എഴുതി കൂടെ ഇവിടെ എഴുതാം. P1 × 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ് അല്ലെ? പ്ലസ് P2x2 = M. P2x2 = M. അപ്പം x2 = M/P2. അപ്പൊ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായേ? ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തായിട്ട് നമ്മൾ ഇവിടെ ബജറ്റ് ലൈൻ വരയ്ക്കുകയാണ്. ബജറ്റ് ലൈൻ വരച്ചു. ഗുഡ് 1 x ആക്സിസിൽ M/P1 എന്ന് എഴുതി. M2 ഗുഡ് 2 y ആക്സിസിൽ M/P2 എന്ന് എഴുതി. നമ്മൾ ഗ്രാഫ് വരച്ചു. ആ ഗ്രാഫ് വരച്ചതിന് ശേഷം രണ്ടിനോട് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അവിടെ എന്ത് എഴുതുന്നു? P1x1 + P2x2 = M. ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആയി അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ബജറ്റ് ലൈൻ എങ്ങനെയാണ്? ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്താണ്? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എങ്ങനെയാണ് വന്നത്? M/P1 എന്ന് വന്നത് എങ്ങനെയാണ്? വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് M/P2 എന്ന് വന്നത് എങ്ങനെയാണ്? ഗുഡ് 1 എവിടെയാണ് എഴുതേണ്ടത്? ഗുഡ് 2 എവിടെയാണ് എഴുതേണ്ടതെന്ന് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം അല്ലെ? കൺസ്യൂമർ ബിഹേവിയർ തിയറിയാണ് നമ്മൾ പഠിച്ചത്. അതിലെന്താണ് കൺസ്യൂമറിന്റെ ബജറ്റ് എന്ന് പഠിച്ചു അല്ലെ? കൺസ്യൂമേഴ്സ് ബജറ്റ്, ഉപഭോക്താവിന്റെ ബജറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചില്ല. ഉപഭോക്താവിന്റെ കയ്യിലുള്ള പണത്തെയാണ് ഉപഭോക്താവിന്റെ ബജറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൺസംഷൻ ബണ്ടിൽ, ഉപഭോഗ ബണ്ടിൽ എന്താണെന്ന് പഠിച്ചില്ലേ? ഉപഭോക്താവ് ഒരു മാർക്കറ്റിൽ പോയി 2 സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ വസ്തുക്കളുടെ ഒരു കൂട്ടത്തെയാണ്
കൺസംഷൻ ബണ്ടിൽ എന്ന് പഠിച്ചു. കൺസംഷൻ ബണ്ടിലുകൾ എങ്ങനെയെല്ലാം എഴുതാമെന്നും ഒരു 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 ഉപഭോക്താവ് രണ്ട് വസ്തുക്കൾ വാങ്ങുമ്പോൾ എങ്ങനെയെല്ലാം അതിന്റെ കൺസംഷൻ ബണ്ടിലുകൾ വരാമെന്നും അല്ലെ, ഏതൊക്കെ അടിസ്ഥാനത്തിലാണ് കൺസംഷൻ ബണ്ടിലുകൾ, ഏതൊക്കെ അടിസ്ഥാനത്തിലാണ് ഉപഭോക്താവ് സാധനങ്ങൾ വാങ്ങുന്നതെന്നും അതുപോലെ തന്നെ അതിന്റെ ഇക്വേഷൻ ബജറ്റ് സെറ്റ് എന്താണെന്നും ബജറ്റ് സെറ്റിന്റെ ഇക്വേഷൻ എന്താണെന്നും എല്ലാം നമ്മൾ മനസ്സിലാക്കി എന്നുള്ളതാണ് അല്ലെ. അതുപോലെ തന്നെ ബജറ്റ് ലൈൻ എന്താണെന്ന് പഠിച്ചു. ബജറ്റ് ലൈനിന്റെ ഇക്വേഷൻ P1x1 + P2x2 = M ആണെന്ന് പഠിച്ചു. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന ബജറ്റ് ലൈനുമായി ബന്ധപ്പെട്ട ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നും പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട തന്നെ മാർജിനൽ യൂട്ടിലിറ്റി കർവും കാര്യങ്ങളും കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നതായിരിക്കും.